ഈ ഇരട്ടിയായി ഉണ്ടാവുന്ന എല്ലാ നാശങ്ങളും ഈ ഇഷ്കിന്റെ അനന്തരഫലമാണ്. വ്യക്തമായ കുഫറിലേക്കാണ് എത്തിക്കുക, അതിലേക്കാണ് എത്തിക്കുക. ഇഷ്ക് ബാധിച്ചവൻ സ്വന്തത്തിനോടും എതിർകക്ഷിയോടും അതുമായി ബന്ധപ്പെട്ട പലരോടും ദുൽമ് ചെയ്യുന്ന നാശത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥയാണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞത് ഇഷ്കു സുവർ, ഇഷ്കിന്റെ അപകടങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന വലിയ നഷ്ടങ്ങൾ എന്നിവയാണ്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെ ഇബ്നുൽ ഖയ്യിം നമ്മൾ അവസാനിപ്പിച്ചത്, ചിലപ്പോൾ ഒരു ആശിഖ്, ഇഷ്ക് ബാധിച്ചവൻ അവന്റെ മഅ്ശൂഖിനെ ലഭിക്കാൻ വേണ്ടി സിഹർ ചെയ്യുന്ന അവസ്ഥയിൽ വരെ എത്തും. സിഹറിലൂടെ അത് നേടിയെടുക്കാൻ, അല്ലെങ്കിൽ അവന്റെ മഅ്ശൂഖിന് ഒരു സയ്യിദോ ഒരു അടിമയാണെങ്കിൽ യജമാനനോ അല്ലെങ്കിൽ ഭർത്താവോ എല്ലാം ഉണ്ടെങ്കിൽ ആ ബന്ധം മുറിയാൻ വേണ്ടിയും എല്ലാം ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നടക്കുന്നതാണ്. അങ്ങനെ വരെ സിഹറിൽ എത്തിപ്പെടും, അങ്ങനെ കുഫറിൽ എത്തിപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അൽ മഖ്സൂദ് എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, അന്ന തആവുന ഫീ ഹാദൽ ബാബി തആവുൻ അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഈ ഒരു ബാബിൽ എന്തൊരു സഹായം ചെയ്യാൻ നിന്നാലും അതെല്ലാം എന്താണ്? പാപത്തിന്റെ മേലെയുള്ള സഹായമായിട്ടേ മാറുകയുള്ളൂ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, സത്യത്തിൽ ഈ ഒരു ഇഷ്ക്, അതിൽ ഒന്ന് ഷിർക്കിന്റെ ഭാഗം നമ്മൾ പറഞ്ഞു, രണ്ടാമത്തേത് ദുൽമാണ് മുഴുവൻ നിറഞ്ഞിട്ടുള്ളത്, മറ്റുള്ളവരോടുള്ള ദുൽമ്. وأما ما يقترن بحصول غرض العاشق من الظلم المنتشر المتعدي ضرره فأمر لا يخفى. ഒരു ആശിഖ് അവന്റെ മഅ്ശൂഖിനെ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം ദുൽമായിരിക്കും. അത് നിലനിൽക്കുന്ന, മറ്റുള്ളവരിലേക്കും ബാധിക്കുന്ന, നീണ്ടു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അതുണ്ടാവുക. فإنه إذا حصل له مقصوده من المعشوق فللمعشوق أغراض أخرى يريد من العاشق إعانته عليها. അവന്റെ ആ ലക്ഷ്യം നേടാൻ വേണ്ടി അവൻ ഏത് തരത്തിലുള്ള ദുൽമും ചെയ്യും, അതുപോലെ തിരിച്ചും ഉണ്ടാകും. അതായത് ഇപ്പോ ഒരു ആശിക്കും മഅ്ശൂഖും ഉണ്ടെന്ന് വിചാരിക്കാം. അവർ രണ്ടുപേര് ഒന്ന് സ്വന്തത്തിനോട് ദുൽമ് ചെയ്യാൻ, രണ്ട് അവരുടെ എതിരായിട്ടുള്ള കക്ഷിയോടും ദുൽമ് ചെയ്യാൻ. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുൽമ ചെയ്യാൻ. കാരണം അവർ രണ്ടുപേരും പരസ്പരം കൊണ്ടുപോകുന്ന എങ്ങോട്ടേക്കാണ്? അള്ളാഹുവിന്റെ കോപത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. ഇനി ഇതില് മഅ്ശൂഖായിട്ടുള്ള ഒരു സ്ത്രീ, അവൾക്ക് ഉപ്പയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ, അതൊക്കെ ഉണ്ടെങ്കിൽ കുടുംബത്തിനോടും അവളുടെ മക്കളോടും എല്ലാവരോടും ചെയ്യുന്ന ദുൽമാണ്. ആ ദുൽമ് ഒരു പരിധി നിൽക്കാതെ അത് നീണ്ടുപോകുന്ന, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് നീണ്ടുപോകുന്ന അവസ്ഥയിൽ അത് നീളും. ഇനി എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ദുൽമിന്റെ തുടർച്ച എന്ന് വെച്ചാൽ, ഈ ആശിഖിനെ മഅ്ശൂഖിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ നൽകാൻ വേണ്ടി, അവന്റെ തൃപ്തി നേടാൻ വേണ്ടി, അവന്റെ അടുക്കാൻ വേണ്ടി കളവ് നടത്തും, അല്ലെങ്കിൽ ചതിയോ വഞ്ചനയോ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹറാമായ സമ്പാദ്യങ്ങൾ നേടും, കൊള്ളക്കാരനായി മാറും. അങ്ങനെ പല രീതിയിൽ അവന് ഇഷ്ക് ബാധിച്ച ആള് ലഭിക്കാൻ വേണ്ടി എന്തു ചെയ്യും? ചിലപ്പോ കൊലപാതകങ്ങൾ വരെ എത്തും. കാരണം അതിന് തടസ്സമായിരിക്കുന്ന ആ കാര്യത്തിന് വേണ്ടി. നമ്മൾ നിത്യജീവിതത്തിൽ നമ്മളൊരു പത്രങ്ങളിലും വാർത്തകളിലും എല്ലാം എത്രയോ കാണുന്നതാണ്. ഇഷ്ക് ബാധിച്ചിട്ട് അതിനു വേണ്ടി കൊലപാതകം നടത്തുന്നത്, അതുപോലെ സ്വന്തം ഭർത്താവിനെ കൊല്ലുന്നത്, ഭാര്യയെ കൊല്ലുന്നത്, അതുപോലെ പല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയുണ്ടാകും. എന്നിട്ട് ഇതിന്റെ അപകടങ്ങൾ അത് ഇരട്ടിയായി ഉണ്ടാവും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നു, വകുല്ലു ഹാദിൽ ആഫാതി വഅദ്ആഫുഹാ വഅദ്ആഫു അദ്ആഫിഹാ തൻശഉ മിൻ ഇശ്ഖി സുവർ. ഈ ഇരട്ടിയായി ഉണ്ടാവുന്ന എല്ലാ നാശങ്ങളും ഈ ഇഷ്കിന്റെ അനന്തരഫലമാണ്. വതഹ്മിലു അലൽ കുഫ്രി സരീഹ്, അത് വ്യക്തമായ കുഫറിലേക്കാണ് എത്തിക്കുക, അതിലേക്കാണ് എത്തിക്കുക. വഖദ് തനസ്സറ ജമാഅത്തും മിമ്മൻ നശൂ ഫിൽ ഇസ്ലാമി ബിസബബിൽ ഇശ്ഖ്. എത്രയോ മുസ്ലിമീങ്ങൾ ഇഷ്ക് കാരണത്താൽ നസ്രാനികളായി മാറിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരാൾ പറഞ്ഞല്ലോ,
മുഅദ്ദിൻ ബാങ്ക് കൊടുക്കാൻ വേണ്ടി പോയി ഒരു നസ്രാനിയായ പെണ്ണിനോട് ഇഷ്ക് ബാധിച്ച് അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി നസ്രാനിയാവാൻ പറഞ്ഞപ്പോൾ നസ്രാനിയായി. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയും, ഇത് ധാരാളം വേറെ പല കിതാബുകളിലും ഇതുപോലെയുള്ള ചരിത്രങ്ങളുണ്ട്, ദമ്മുൽ ഹവ പോലെയുള്ള കിതാബുകളിൽ. എന്നിട്ട് പറയാൻ വൈദ അറാദ നസാറ അൻ യുനസ്സിറു അൽ അസീറ, ഒരു കാലത്ത് മുസ്ലിമീങ്ങളും നസാറാക്കളും യുദ്ധം നടക്കുന്ന സമയത്ത് നസ്രാനികൾ മുസ്ലിമീങ്ങളെ ബന്ധിതരായി കിട്ടിയാൽ അവർക്ക് മുസ്ലിങ്ങളെ സ്വത്തോ സമ്പത്തോ എന്നല്ല വേണ്ടത്, ദീനാണ് വേണ്ടത് ഇസ്ലാമിലെ ശത്രുക്കൾക്ക്. അങ്ങനെ ബന്ധിതരായി കിട്ടിയാൽ ആ ആളുകളുടെ മുമ്പിൽ, ബന്ധിതരായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ നല്ല ഭംഗിയുള്ള പെണ്ണുങ്ങളെ കൊണ്ടുപോയി നിർത്തും, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അവളുമായിട്ട് ഇടപഴകാനുള്ള സമയം കൊടുത്തിട്ട് അവളോടുള്ള ഇഷ്ടം അവന്റെ കൽബിലുണ്ടാക്കും. അങ്ങനെ കൽബിൽ ഇഷ്ടമായി കഴിഞ്ഞാൽ അവള് പറയും, എന്റെ ദീനിലായി കഴിഞ്ഞാൽ, നസ്രാനി ആയി കഴിഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് കിട്ടും, എന്നെ നിങ്ങൾക്ക് ലഭിക്കും, ഞാൻ നിങ്ങളുടെ ഒപ്പം വരാം എന്നീ നിലക്ക് പറയും. അങ്ങനെ എന്താകും? നസ്രാനിയായി മാറും. നസ്രാനിയായി മാറിയാൽ ഒന്നെങ്കിൽ അവർ കൊല്ലും, അല്ലെങ്കിൽ അവന്റെ ദീന് പോയി, അവൻ ദീന് പഴച്ചു പോകും. അത് അവരെ ഒരു കാലത്ത് ചെയ്തിരുന്ന ഒരു തന്ത്രമാണ്. അല്ലാഹു ഫഹുനാലിക, അല്ലാഹു പറഞ്ഞു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. അല്ലാഹു തആല ഉറച്ച കലിമത്ത് കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മുഅ്മിനീങ്ങളെ ദുനിയാവിലും പരലോകത്തിലും ഉറപ്പിച്ചു നിർത്തും. വയുദില്ലുല്ലാഹു അദ്ദാലിമീൻ വയഫ്അലുല്ലാഹു മാ യശാ. എന്നാൽ ദുൽമ് ചെയ്യുന്നവരെ പഴപ്പിക്കുകയും ചെയ്യും. ഇത് കാലങ്ങളായിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഒരു രീതിയാണ്. കാരണം മനുഷ്യൻ പെട്ടെന്ന് വീണു പോകും. ഖുലിഖൽ ഇൻസാനു ദഈഫ എന്നുള്ള ആയത്ത് തന്നെ ഏത് വിഷയത്തിൽ ഇറങ്ങിയതാണ്? സ്ത്രീകളുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ്. ഒരു സ്ത്രീ പോകുന്നത് കാണുമ്പോൾ ദൃഷ്ടി താഴ്ത്താൻ മനുഷ്യൻ അത്രയും ദുർബലതയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീയെ കാണിച്ചിട്ട് അതിനോട് ആഗ്രഹം ജനിപ്പിച്ച് ദീന് വിടാൻ പറഞ്ഞാലോ ആളുകൾ വീട് പോകും. അപ്പോൾ ഇഷ്ക് സുവർ എന്നുള്ളത്, ആ ഇഷ്ക് ബാധിക്കുക എന്നുള്ളത് വളരെ അപകടം നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ നമ്മൾ പറഞ്ഞു, ഈ ഇഷ്ക് ബാധിച്ചവൻ സ്വന്തത്തിനോടും എതിർകക്ഷിയോടും അതുമായി ബന്ധപ്പെട്ട പലരോടും ദുൽമ് ചെയ്യുന്ന, അത് നാശത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥയാണുള്ളത്. എന്നിട്ട് പറയാണ്, വൽ മഅശൂഖു ഇദാ ലം യത്തഖില്ലാഹ്. ഇനി ഒരാൾക്ക് ഇഷ്ക് ബാധിച്ചു, ഒരു മഅശൂഖ്, ആ മഅശൂഖ് അള്ളാഹനെ സൂക്ഷിക്കാത്ത ഒന്നാണെങ്കിൽ, ഒരു പുരുഷനൊരു പെണ്ണിനോട്, ആ പെണ്ണ് അള്ളാഹനെ സൂക്ഷിക്കാത്തവളാണ്, അല്ലെങ്കിൽ പെണ്ണ് ഒരു പുരുഷനോട്, അവൻ അള്ളാഹനെ സൂക്ഷിക്കാത്തവളാണ് എങ്കിൽ എന്തു ചെയ്യും? ആ പെണ്ണോ ചെക്കനോ എന്തു ചെയ്യും? ഈ ആരോ ആണോ ആശിക്ക്, ആർക്കാണോ തന്നോട് ഇഷ്ടം തോന്നിയിട്ടുള്ളത് അവന് ദുരുപയോഗം ചെയ്യും. ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ പറയുന്നത് തഖ്വ എന്നുള്ളതിന്റെ അസ്ലെ നിഷേധിക്കാത്തതാണ്. ഇഷ്ക് ബാധിച്ച ഒരുത്തൻ തീരെ തഖ്വ ഇല്ലാത്തവനായി മാറുന്നില്ല. അതിൽ പറയുന്നുണ്ട്, ഇഷ്ക് ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് എത്രത്തോളം പിടിച്ചു വെക്കുന്നു, എത്രത്തോളം ഹലാലിൽ മാത്രം നിലനിർത്തുന്നു എന്നാണ് വിഷയം. അപ്പൊ ചില ആളുകൾ ഉണ്ടാവും, അവർക്ക് അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഇഷ്ക് കൊണ്ട് ബാധിക്കപ്പെട്ടിട്ടുണ്ടാവും. അത് അവരതിൽ വീണ്ടും വീണ്ടും പെട്ടുപോകും. അവരതിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും സാധിക്കില്ല. അതല്ലാത്ത ചില ആളുകളുണ്ട്, ഏതെങ്കിലും ഒരു പെണ്ണിനെ ദുരുപയോഗം ചെയ്യണം, അവളുടെ ശരീരമോ സമ്പത്തോ അത് മാത്രം മതി. അല്ലെങ്കിൽ ചില പെണ്ണുങ്ങളുണ്ട്, പിന്നെ പുരുഷന്മാരുടെ അവന്റെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി ഇഷ്ക് കാണിക്കുന്നവർ. അങ്ങനെയുള്ള ആളുകളാണെങ്കിലാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഹലാലായ ഒരു ബന്ധം വേണം എന്ന് ആഗ്രഹിക്കുന്നവരെ പറ്റിയല്ല പറയുന്നത്. അല്ലാത്ത രീതിയിൽ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഈ ഇഷ്കിനെ അഭിനയിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരാളോടാണ് നമുക്ക് ഒരാൾക്ക് ഇഷ്ക് തോന്നിയത് എങ്കിൽ ആ ഇഷ്ക് ബാധിച്ചവനെ ഏറ്റവും വലിയ നാശത്തിലേക്ക് എത്തിക്കും. വദാലിക ദുൽമുൻ മിൻ, വലിയ അവനിൽ നിന്നുള്ള വലിയൊരു ദുൽമായിരിക്കും അത്. يطمعه في نفسه ويتزين له ويستميله بكل طريق حتى يستخرج منه ماله ونفعه ولا يمكنه من نفسه. ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണ് അവളെ നല്ല രീതിയിൽ അലങ്കരിച്ച്, നല്ല രീതിയിൽ അവനെ ആഗ്രഹിപ്പിച്ച് അവന്റെ സമ്പത്തും അവന്റെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന അവസ്ഥയിലുണ്ടാവും. അതിനായി നടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ആ രീതിയിൽ ഇഷ്കിന്റെ കെണിയിൽ പോയി ചാടും. ഇനി അവരുടെ ആവശ്യം നേടുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അവസാനം ഏറ്റവും വലിയ നാശത്തിലേക്ക് അവനെ എത്തിച്ചു കളയുന്ന അവസ്ഥയിലായിരിക്കും. എന്നിട്ടിത് ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ ആശിക്ക് ചിലപ്പോ മഅശൂഖിനെ തന്നെ കൊന്നു കളയും. അവന് ഇഷ്ക് ബാധിച്ച ആരെയാണോ അതിനെ തന്നെ കൊന്നു കളയും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എത്രയോ നമ്മുടെ നാടുകൾ നടക്കുന്നതാണ്.
എത്രയോ നടക്കുന്നതാണ്. കാമുകനും കാമുകയായി നടന്ന് ചിലപ്പോൾ കാമുകനെ കൊല്ലുന്നു, വിഷം കൊടുത്തിട്ട് കാമുകൻ കാമുകയെ വെട്ടിക്കൊല്ലുന്നു, അല്ലെങ്കിൽ അത് കിട്ടാത്തതിന്റെ പേരിൽ കൊല്ലുന്നു, അല്ലെങ്കിൽ തന്നെ വിട്ട് വേറെ ആളുടെ അടുത്തേക്ക് പോയതിന് കൊല്ലുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇഷ്ക് എന്ന് പറഞ്ഞ വികാരം എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അത് ബാധിച്ചിട്ടാണ് എന്താവണത്? അതിന്റെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയാണ് കൊലപാതകത്തിലേക്ക് എത്തുക എന്നുള്ളത്. കാരണം അതിനൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ഒഴിവാകാൻ വേണ്ടി ചെയ്യുന്ന അവസ്ഥയാണത്. ഇങ്ങനെ പലതരത്തിൽ ഇതിന്റെ അപകടങ്ങളിൽ ചെന്ന് ചാടും. അത്ര വലിയ അപകടമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ തുടക്കത്തിൽ വീഴാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വഴി. പിന്നെ അള്ളാഹിനെ സൂക്ഷിക്കുന്ന ആളുകൾ, എത്രയോ ആളുകൾ അള്ളാഹു തൗഫീഖ് നൽകിയവർ, ഇഷ്ക് ബാധിച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം ക്ഷമിച്ച ധാരാളം ആളുകളുണ്ട്. നമ്മുടെ നാടുകളിലുണ്ട്, മുൻഗാമികളുണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു ഖയ്യിം ചോദിക്കുകയാണ്, ഫകം ലിൽ ഇശ്കി മിൻ ഖതീലിൻ മിനൽ ജാനിബൈൻ. എത്ര ഇഷ്കാണ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊലപാതകത്തിലേക്ക് നടന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല, സഹാബികളുടെ കാലത്ത് അതിനുശേഷവും നടന്ന ധാരാളം സംഭവങ്ങൾ കാണാം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം അത്രയധികം ഖൽബിൽ മനുഷ്യന്റെ ചിന്തയെ മാറ്റിക്കളയുന്ന കാര്യമാണ്. എന്നിട്ട് പറയാം, വകം ഖദ് അസാല മിൻ നിഅമത്തിൻ. എത്ര ആളുകളാണ് ഇഷ്ക് ബാധിച്ച് അവന്റെ നിഅമത്തുകളെല്ലാം നീങ്ങിപ്പോയത്. വാഫ്ഖറ മിൻ ഗിന. ഐശ്വര്യം ഉണ്ടായിട്ട്, സമ്പത്തുണ്ടായിട്ട് ദരിദ്രനായി മാറിയത്. വാസ്തത മിൻ മർതബത്തിൻ. അവന്റെ ഉന്നതമായ മർത്തബകളിൽ നിന്ന് താഴേക്ക് വീണത്. വശത്തത മിൻ ശംലിൻ. എല്ലാ ഭാഗത്തിലും ചിന്ന ഭിന്നമായി പോയത്. എത്ര അവസ്ഥകൾ ഉണ്ടായിട്ടുള്ളത്. വകം അഫ്സദ മിൻ അഹ്ലി റജുലി വവലദിഹി. എത്ര ആളുകളുടെ കുടുംബമാണ് ഇതുകൊണ്ട് തകർന്നിട്ടുള്ളത്. ഫൈനൽ മർഅത ഇദാ റഅത് ബഅലഹ ആശിഖൻ ലിഗൈരിഹാ. ഒരു പെണ്ണ്, ആ പെണ്ണ് കാണാണ് അവളുടെ ഭർത്താവിന് വേറൊരു സ്ത്രീയുമായിട്ട് ഇഷ്ടമുണ്ടെന്ന് കാണാണ്. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇത്തഖദ് ഹിയ മഅശൂക ലിനഫ്സിഹാ. അധിക പെണ്ണുങ്ങളും അല്ലാഹുവിനെ സൂക്ഷിക്കാത്ത പെണ്ണുങ്ങൾ ചെയ്യുക, അവളെന്താവും വേറൊരാളുടെ മഅശൂക്കായി മാറും, വേറൊരാളായിട്ട് ഒരു അവിഹിത ബന്ധം തുടങ്ങും. ഫയസീറു റജുൽ മുതറദ്ദിദൻ ബൈന ഖറാബി ബൈഹി ബിത്തലാഖി വബൈനൽ ഖിയാദ. അത് പിന്നെ എവിടെ എത്തും? അത് കുടുംബം നശിക്കുന്ന മറ്റു പല അല്ലെങ്കിൽ ദയൂസായി മാറും. ഭാര്യയ്ക്ക് ഇങ്ങനെ അവിഹിത ബന്ധം ഉണ്ടെങ്കിലും ഉമ്മ ഉണ്ടാതിരിക്കും, കാരണം അവന് വേറെ ഉണ്ടാവും. അങ്ങനെ കുടുംബവും നശിക്കുന്ന, മൊത്തം നശിക്കുന്ന എത്രയാണ് ഇതിന്റെ അനന്തരഫലങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ നാട്ടിൽ നടന്നിട്ടുള്ളത് നമ്മൾ ചിന്തിക്കണം. അത്ര വലിയ അപകടം നിറഞ്ഞ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കൗമാരക്കാരും യുവാക്കളും ഈ ഒരു ഉപദേശം ഇപ്പോൾ തന്നെ മനസ്സിലാക്കുകയും അതിന്റെ അപകടം മനസ്സിലാക്കുകയും ദൃഷ്ടി താഴ്ത്തി സ്ത്രീകളുടെ ഫിത്നയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിച്ച് അതിലേക്ക് അടുക്കാതെ അതിനുള്ള സാഹചര്യങ്ങൾ, അത് കൽബിൽ കയറുന്ന സിനിമയും സംഗീതവും അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാതെ അവന്റെ കൽബിനെ സംരക്ഷിച്ചാൽ അവന് ഭാവിയിൽ വലിയൊരു ദുഃഖത്തിൽ നിന്നാണ് രക്ഷ. ഒന്ന് ശിർക്കിന്റെ അപകടം, രണ്ട് അല്ലാതെയുള്ള എല്ലാ രീതിയിലുമുള്ള ഈ അപകടം അവന്റെ ഉള്ളിലുണ്ടാവും. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, ഫഅലൽ ആഖിൽ, ബുദ്ധിമാനായിട്ടുള്ള ഒരാൾ, അല്ലാ യുഹ്കിമ അലാ നഫ്സിഹി ഇശ്ഖ അസ്സൂർ ലിഅല്ലാ യുഅദ്ദിയഹു ദാലിക ഇലാ ഹാദിഹിൽ മഫാസിദ് ഔ അക്തരിഹാ ഔ ബഅദിഹാ. ബുദ്ധിമാനായിട്ടുള്ള ഒരാൾ അവൻ സ്വന്തത്തിൽ മനസ്സിലാക്കണം, ഇഷ്ക് ഈ പറഞ്ഞ അപകടങ്ങൾ അല്ലെങ്കിൽ ഇതിലെ ചിലതയിലേക്ക് എത്തിക്കും, അതുകൊണ്ട് അത് ഒഴിവാക്കണം. ഫമൻ ഫഅല ദാലിക ഫഹുവൽ മുഫർരിതു ബിനഫ്സിഹിൽ മഗ്റൂറു ബിഹാ. ഇത് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവൻ അതിര് കവിഞ്ഞവനാണ്, അവൻ കബളിപ്പിക്കപ്പെട്ടവനാണ്, അവൻ ഏറ്റവും വലിയ നാശത്തിലേക്കാണ് എത്തിച്ചേരുക. എന്നിട്ട് ഈ ഇഷ്കിന്റെ തുടക്കവും അതിന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫഇന്ന അവ്വല അസ്ബാബിൽ ഇശ്ഖ് അൽ-ഇസ്തിഹ്സാൻ സവാഅൻ തവല്ലദ അൻ നദറിൻ ഔ സമാഇൻ. ഈ ഇഷ്കിന്റെ തുടക്കം എന്ന് പറഞ്ഞാല് ആരോടാണോ ഇഷ്ക് തോന്നുന്നത് അതിനോടൊരു നല്ല ഒരു അടുപ്പുണ്ടാവുകയാണ്. അത് ഒന്നെങ്കിൽ നോട്ടം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കേൾവി കൊണ്ടായിരിക്കും, ഒന്നെങ്കിൽ കണ്ടിട്ട് തോന്നുന്നതായിരിക്കും, അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ച് തോന്നുന്ന അടുപ്പായിരിക്കും. ഈ രണ്ട് രീതിയിലാണ് അത് ഉണ്ടാവുക. فإلم يقارنه طمع في الوصال وقارنه الإياس من ذلك لم يحدث له العشق. അവിടെ കാണാനുള്ള സാധ്യതയോ സംസാരിക്കാനുള്ള സാധ്യതയോ ഇല്ലാതായി കഴിഞ്ഞാൽ, അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇഷ്കിനൊരു സ്ഥാനം ഉണ്ടാവില്ല. ഇഷ്ക് അവിടെ തുടരാനും അത് ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഒന്ന് ഈ കാണുക അല്ലെങ്കിൽ സംസാരിക്കുക. അത് ഇന്ന് കാലത്ത് വളരെ എളുപ്പമാണ്. കാണലും എളുപ്പമാണ്, സംസാരിക്കല് പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, ഒന്നുകൂടി മുമ്പ് പറഞ്ഞു കഴിഞ്ഞാല് ചാൻസ് ഉണ്ടാവില്ല, മൊബൈലൊന്നും ഉണ്ടാവില്ല. മൊബൈൽ വന്നപ്പോ ഫോണിൽ സംസാരിക്കലായി. അതിനേക്കാൾ എളുപ്പത്തിൽ ഇന്ന് എന്താണ് ചാറ്റിങ്ങുകളിലൂടെ നടക്കുന്നുണ്ട്. ഒരിക്കലും അത് ആ ബന്ധം അങ്ങനെ തുടരുന്ന കാലത്തോളം അത് ഒഴിവാക്കാൻ സാധിക്കില്ല. ഇഷ്ക് ഒഴിവാക്കണമെങ്കിൽ കാഴ്ചയും കേൾവിയും കൊണ്ട് പരസ്പരം അകലണം. അങ്ങനെ ഈ കാഴ്ചയും കേൾവിയും പോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ചിന്തയിലാണ് അത് നിറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ കാഴ്ചയും കേൾവിയും കുറഞ്ഞാൽ തന്നെ ചിന്തകളും കുറയും.
ചിന്തകളും പൊതുവെ കുറഞ്ഞു വരും. ഫൈൻ അത്വാല മഅ ദാലികൽ ഫിക്ര ഫീ മഹാസിൽ മഅശൂഖ് വഖാറനഹു. ഇനി ഈ കേൾവിയും കാഴ്ചയും ഇല്ലാഞ്ഞിട്ടും ഒരുത്തന് മഅശൂഖായിട്ടുള്ള ഒന്നിനെ കുറിച്ച് ചിന്ത വർദ്ധിക്കുകയാണെങ്കിൽ, എപ്പോഴും ആ ഓർമ്മ വരികയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അതുമായിട്ട് ഒന്നിനെ ബന്ധിപ്പിക്കണം. എന്തിനെ? ഖൗഫു മാ ഹുവ അക്ബറു ഇൻദഹു മിൻ ലദ്ദത്തി വിസാലിഹി. അവന് മഅശൂഖായിട്ടുള്ള ഒന്നിനെ കിട്ടുന്ന ആസ്വാദനത്തിനേക്കാൾ അവന് ഭയമുണ്ടാക്കുന്ന ഒരു കാര്യം ആലോചിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു പുരുഷന് ഒരു പെണ്ണിനെ ഇഷ്ടമാണ്, ഒരു സ്ത്രീയെ ഇഷ്ടമാണ്. അപ്പോ ആ സ്ത്രീയുമായിട്ട് ഇവൻ കാഴ്ചയും കേൾവിയും സംസാരവുമായിട്ടുള്ള ബന്ധം തുടരുന്നിടത്തോളം കാലം ഫിക്ർ അത് തന്നെ ആയിരിക്കും. അത് നിന്നാൽ മാത്രമേ എന്ത് നിൽക്കുകയുള്ളൂ? ചിന്തയിൽ നിന്ന് ഒഴിവാകുള്ളൂ, ഇഷ്കിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. ഇനി അതെല്ലാം നിന്നിട്ടും അവന്റെ മനസ്സിൽ ചിന്ത നിറയുകയാണെങ്കിൽ പിന്നെ അവന് ഇതിന്ന് രക്ഷപ്പെടാനൊരു മാർഗം, അത് ലഭിച്ചാൽ ഉണ്ടാകുന്ന ആസ്വാദനം അവൻ ചിന്തിക്കണ്ടല്ലോ, അതിനേക്കാളുള്ളൊരു ഭയം അവന്റെ ഉള്ളിൽ നടക്കുക എന്നുള്ളതാണ്. എന്താണ് ആ ഭയം? 2 ഭയം ഉണ്ടാകുന്നത്. ആ 2 ഭയം കൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടാം. ഇമ്മാ ഖൗഫുൻ ദീനിയുൻ, ദീനിയായിട്ടുള്ളൊരു പേടി, പരലോകത്തെ കുറിച്ചുള്ള പേടി. കദുഖൂലിൻ നാർ വഗളബിൽ ജബ്ബാർ വഇഹ്തിഖാബിൽ ഔസാർ, നാളെ നരകത്ത് കിടക്കേണ്ടി വരും, അള്ളാന്റെ കോപം ഉണ്ടാവും, അല്ലെങ്കിൽ ശിക്ഷകൾ, ഈ പാപങ്ങളൊക്കെ ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരും എന്നീ പേടി. പക്ഷെ അധികം ആൾക്കാർക്ക് ഈ പേടി ഉപകരിക്കില്ല. ഇഷ്ക് തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ പരലോക പേടി വല്ലാതെ ഉപകരിക്കില്ല. അത് അവർക്ക് എങ്ങനെയെങ്കിലും അത് അവർ തട്ടിമാറ്റിക്കൊണ്ടേയിരിക്കും, അത്രയും തലക്ക് ബാധിച്ചു. وغلب هذا الخوف على ذلك التمع والفكر لم يحدث له ذلك العشق. ഈ പേടി കൊണ്ട് അവൻ എന്താവുന്നില്ല, അവന്റെ ഇഷ്ക് മറക്കാൻ പറ്റുന്നില്ല. അത് ഓർമ്മയിൽ വീണ്ടും വരികയാണെങ്കിൽ രണ്ടാമത്തെ ഒരു പേടി, فإن فاته هذا الخوف فقارنه خوف دنيوي, ദുനിയവി ആയിട്ടുള്ള ഒരു പേടി അവൻ ഉണ്ടാവണം. ദുനിയവി ആയിട്ടുള്ള പേടി എന്താണ്? كخوف إتلاف نفسه أو ماله أو ذهاب جاهه وسقوط مرتبة عند الناس. അവന്റെ സ്വന്തം അത് നശിക്കും എന്നുള്ള പേടി, അവന്റെ സമ്പത്ത് നശിക്കും, അവന്റെ കുടുംബം നശിക്കും, ആളുകളുടെ മുമ്പിലുള്ള അവന്റെ സ്ഥാനം, അവന്റെ വില, ഇതെല്ലാം കുറഞ്ഞു പോകും, നശിച്ചു പോകും. വസുഖൂതിഹി മിൻ ഐനി മൻ യഉസു അലൈഹി, അവനെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകളുടെ മുമ്പിൽ അവന് നിന്ദ്യതയായിരിക്കും ഉണ്ടാവുക എന്നീ രീതിയിലുള്ള എന്തുണ്ടാവുക? ചിന്തയുണ്ടാവുക. വഗലബ ഹാദിൽ ഖൗഫ് ലിദാഇൽ ഇശ്ഖ് ദഫഅഹു, അവന് ആ ഇഷ്കിനേക്കാൾ ഈ പേടി കൂടിയാൽ എന്തുണ്ടാവും? ആ ഇഷ്കിനെ തടയാൻ പറ്റും. അധിക സന്ദർഭങ്ങളിൽ പരലോകത്തെ പേടിയേക്കാൾ ഒരാൾക്കൊരു തിന്മ ഒഴിവാക്കാൻ ഉപയോഗിക്കുക ഈ പേടിയായിരിക്കും. കാരണം അതവൻ നേരിട്ട് കാണുന്നതാണ്. പരലോകത്തെ പിന്നെയും അവൻ ഒന്നുകൂടി വിദൂരമായിട്ട് ചിന്തിക്കും, ഇഷ്ക് ബാധിച്ച ഒരാൾ. എന്നിട്ട് പറയാണ്, فذلك إذا خاف من فوات محبوب هو أحب إليه وأنفع له من ذلك المعشوق وقدم محبته على محبة ذلك المعشوق اندفع عنه العشق. അങ്ങനെ ഈ ഒരു കാര്യം, ഭയം അവന്റെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ, അഥവാ ഈ ഇവന് നഷ്ടപ്പെടാൻ പോകുന്ന സാധനങ്ങൾ, ഈ ഒരു മഅശൂഖിനെ കൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്ന ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് പേടിയായി കഴിഞ്ഞാൽ ആ ഇഷ്കിനെ അവൻ ഒഴിവാക്കാൻ പറ്റും. ഇനി فإن انتفى ذلك كله وغلبت محبة المعشوق لذلك, ഇതുകൊണ്ട് ഒന്നും ഉപകരിക്കുന്നില്ല, അതിലും ശക്തമായിട്ടാണ് അവൻ ഇഷ്ക് ബാധിച്ചിട്ടുള്ളത് എങ്കിൽ ഇൻജദബ ഇലൈഹിൽ ഖൽബു ബികുല്ലിയതിഹി വമാലത് ഇലൈഹി നഫ്സു കുല്ലൽ മൈൽ, അവനെ ആരോടാണോ ഇഷ്ക് ബാധിച്ചിട്ടുള്ളത് അതിലേക്ക് വീണു പോകും. അവനെ തടഞ്ഞു നിർത്താൻ വേറൊന്നും ഉണ്ടാവില്ല. കാരണം ഈ ഖൗഫിനേക്കാൾ അവന്റെ ഇഷ്ക് ബാധിച്ചിട്ടുണ്ടാവും. ഈ ഒരു അവസ്ഥ വരും. കാരണം അത്ര മാരകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇഷ്ക്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അതുകൊണ്ട് തന്നെ അതിലകപ്പെട്ടവർ അതിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും അതിലുള്ള മാർഗവും ചെയ്യണം. അതിലകപ്പെടാത്തവർ അള്ളാഹുവിനോട് എപ്പോഴും രക്ഷ ചോദിക്കണം, അതിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു ചർച്ചയിലേക്ക് പോവാണ്. ഫഇൻ ഖീല, അപ്പൊ ഇഷ്കിന്റെ അപകടമൊക്കെ പറഞ്ഞല്ലോ. ഇനി ഇതൊക്കെ പറയുമ്പോൾ ഒരാൾ നിന്നോട് പറയാണ്, ഖദ് ദക്കർതും ആഫാത്തിൽ ഇഷ്കി വമളാറഹു വമഫാസിദഹു, ഇപ്പൊ നിങ്ങൾ ഇത്ര നേരം ഇഷ്കിന്റെ അപകടവും ദോഷങ്ങളൊക്കെ പറഞ്ഞു. فهلا ذكرتم منافعه وفوائده التي من جملتها, ഇഷ്ക് കൊണ്ട് കുറെ നേട്ടങ്ങളുണ്ടല്ലോ, അതെന്താ നിങ്ങൾ പറയാത്തത്? ഇഷ്ക് കൊണ്ടുള്ള കുറെ നേട്ടങ്ങളുണ്ടല്ലോ, അതെന്താ പറയാത്തത്? ഉദാഹരണം പോലെ റിഖത്തു തബഅ വതർവീഹുൻ നഫ്സ് വഖഫത്തുഹാ വസവാലു തിഖലുഹാ, ഒരുത്തന്റെ തബീഇയത്ത് പ്രകൃതം സംരക്ഷിക്കപ്പെടും, അവന്റെ നഫ്സിന് ആശ്വാസം കിട്ടും, അവന്റെ ഭാരങ്ങൾ ഒഴിവായി കിട്ടും, അവന് നല്ല സ്വഭാവം ഉണ്ടാകും. അങ്ങനെ ഒരുപാട് നന്മകൾ ഉണ്ടല്ലോ ഇഷ്ക് കൊണ്ട്, അതെന്താ നിങ്ങൾ പറയാത്തത്? കാരണം മുൻഗാമികളിൽ തന്നെ ഇതുപോലെയുള്ള ചിന്തകന്മാർ ഇഷ്ക് കൊണ്ടുള്ള നേട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചർച്ച കേട്ടോ, ഇതിന്റെ മറുപടി പിന്നെ പറയും. ഇഷ്ക് കൊണ്ടുള്ള നേട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യഹ്യ ഇബ്നു മുആദ് റാസി അദ്ദേഹത്തിനോട് ഒരിക്കൽ പറയപ്പെട്ടു, ഇന്ന ഇബ്നക ഖദ് ആശിക ഫുലാനതൻ, നിങ്ങളുടെ മോന് ഞാനൊരു പെണ്ണിനോട് ഇഷ്ക് വന്നിട്ടുണ്ട് പറഞ്ഞു.
അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദീ സയ്യറഹു ഇലാ തബഇൽ ആദമി. ആ മനുഷ്യന്റെ തബീഅത്തിലാണല്ലോ അവൻ, മനുഷ്യന്റെ പ്രകൃതത്തിൽ അവരെ ആക്കിയ അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു. അതുപോലെ ധാരാളം ആളുകൾ ഇഷ്കിന്റെ നേട്ടങ്ങൾ പല രീതിയിൽ വിശദീകരിക്കുന്നത് കാണാം. അതിനുവേണ്ടി അവർ വലിയ വലിയ അലാമുകൾ, വലിയ വലിയ ഉന്നതമായ സ്ഥാനത്തുള്ള സലഫുകളിൽ പലർക്കും ഉണ്ടായിട്ടുള്ള ഇഷ്കിന്റെ കഥകൾ അവർ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആ കഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ കഥകളിലൂടെ ആ ഇഷ്കിനെ അവർ പിടിച്ചു നിർത്തിയത്, അള്ളാഹുവിന് വേണ്ടി അത് ഒഴിവാക്കിയതും അള്ളാഹുവിന് വേണ്ടി പിടിച്ചു നിർത്തിയതും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ. അദ്ദേഹം പറയുന്നത് ഇബ്നു ഖസ്സാൻ ഖാല മറ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിജാരിയത്തിൻ. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു അടിമ പെണ്ണിന്റെ അടുത്തുകൂടെ പോയായിരുന്നു. അപ്പൊ അവരിങ്ങനെ ഒരു ബൈത്ത് പാടിക്കൊണ്ടിരിക്കുക. ആ പെണ്ണിന് ഇഷ്ടമുള്ള ഒരാളെ ആലോചിച്ചിട്ട് അതിനോടുള്ള ഇച്ഛയെ പറ്റി, ആഗ്രഹത്തെ പറ്റി ഇങ്ങനെ പാടുക. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഹുറത്തുൻ അൻതി മംലൂകത്തുൻ, നീ സ്വതന്ത്രനാണോ അതോ അടിമയാണോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ബൽ മംലൂകത്തുൻ, അടിമ പെണ്ണാണെന്ന് പറഞ്ഞു. ഫഖാല ലിമൻ ഹവാക്കി, ആരോടാണ് എനിക്ക് ഇത്ര ഇഷ്ടമുള്ളത്, നീ ആഗ്രഹിക്കുന്ന ആരെയാണ്? എന്നിട്ട് ആ പെണ്ണ് വീണ്ടും വീണ്ടും ചോദിച്ചു. അങ്ങനെ പറഞ്ഞു ഞാൻ എന്റെ കൽബിൽ ഒരാൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുതിൽതു ബിഹബ്ബി മുഹമ്മദ് ഇബ്നുൽ ഖാസിം, മുഹമ്മദ് ഇബ്നു ഖാസിമിനോടുള്ള ഇഷ്ടമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞു. ഫശ്തറാഹ മിൻ മൗലാഹ, അബൂബക്കർ സിദ്ദീഖ് എന്ത് ചെയ്തു? ആ പെണ്ണിനെ മുതലാളിയിൽ നിന്ന് വാങ്ങി. ഫബഅസ ബിഹാ ഇലാ മുഹമ്മദ് ഇബ്നുൽ ഖാസിം ഇബ്നു ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, അബൂ താലിബിന്റെ മകനായ ജഅഫറിന്റെ മകനായ ഖാസിമിന്റെ മകനായ മുഹമ്മദ്. അപ്പോ ഇന്ന ആളുകൾക്ക് ഇവളെ കൊടുത്തയച്ചു. ഹൗലായി ഫിത്നത്തുർ റിജാൽ, എന്നിട്ട് പറഞ്ഞു ഈ ഇതുപോലെയുള്ളവർ പുരുഷന്മാർക്കുള്ള ഫിത്നയാണ്. വകം വല്ലാഹി ഖദ് മാത ബിഹിന്ന കരീമുൻ വഅതബ ബിഹിന്ന സലീമുൻ. എത്ര ആളുകളാണ്, എത്ര ആളുകൾ, മാന്യന്മാരായിട്ടുള്ള ആളുകൾ ഈ ഇഷ്ക് കൊണ്ട് മരണപ്പെട്ടത്, അല്ലെങ്കിൽ സുരക്ഷിതരായിട്ടുള്ളവർ എത്ര ആളുകളാണ് ഇഷ്ക് കൊണ്ട് ഇതുപോലെയുള്ളത് കൊണ്ട് നശിച്ചത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി. അഥവാ മാന്യന്മാരെന്ത് ചെയ്യും? അത് ഉള്ളിൽ വെച്ച് ക്ഷമിക്കും, എന്നാൽ ബാക്കിയുള്ള ആളുകൾ അതിൽ നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവും. ഇതിൽ അറിയപ്പെട്ട ഒരു സംഭവമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല, അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ഇഷ്ക്. ഉമർ ബിൻ അബ്ദുൽ അസീസ് വലിയ സാഹിദാണ്, ഖലീഫയാണ്, ആലിമാണ്. അദ്ദേഹത്തിന്റെ സംഭവം കാണാം. ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹ്ക്ക് വേണ്ടി അവരുടെ ഇച്ഛകളെ അവർ വേണ്ടാന്ന് വെച്ചതിൽ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. വഹാദ ഉമർ ബിൻ അബ്ദുൽ അസീസ് വഇഷ്ഖുഹു മഷ്ഹൂറുൻ, അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ക് അറിയപ്പെട്ടതാണ്. ലിജാരിയത്തി ഫാത്തിമത ബിൻതി അബ്ദുൽ മലിക് ഇംറഅതിഹി, ആരോടായിരുന്നത്? അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കിന് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ആ അടിമ സ്ത്രീയെ ഉമർ ബിൻ അബ്ദുൽ അസീസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, അവരോട് ഇഷ്ടമുണ്ടായിരുന്നു. ഭാര്യയുണ്ട്, പിന്നെ ഭാര്യയോട് ഇഷ്ടമുണ്ട്, പക്ഷെ ആ ഭാര്യക്കുണ്ടായിരുന്ന അടിമ സ്ത്രീയോട് ഇഷ്ടമുണ്ടായിരുന്നു. വകാനത് ജാരിയതൻ ബാരിഅത്തുൽ ജമാൽ, നല്ല ഭംഗിയുള്ള സ്ത്രീ ആയിരുന്നു ആ അടിമപ്പെണ്ണ്. വകാന മുഅജബൻ ബിഹാ, ഉമർ ബിൻ അബ്ദുൽ അസീസിന് വളരെ ഇഷ്ടമായിരുന്നു ആ അടിമപ്പെണ്ണിനെ. വകാന യത്ലുബുഹാ മിൻ ഇംറഅതിഹി വയഹ്രിസു അലാ അൻ തഹിബഹാ ലഹു, ഉമർ ബിൻ അബ്ദുൽ അസീസ് തന്റെ ഭാര്യയോട് അടിമപ്പെണ്ണിനെ സമ്മാനമായിട്ട് നൽകണം എന്ന് പറയാറുണ്ട്. നമുക്കറിയാം ഇസ്ലാമിൽ അടിമ സ്ത്രീകളുമായിട്ടുള്ള ശാരീരിക ബന്ധം അനുവദീയമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടിമപ്പെണ്ണിനെ സമ്മാനമായി എനിക്ക് നൽകണമെന്ന് ഭാര്യയോട് പറയാറുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു സലഫുകൾ. അവർക്ക് അത് എന്താണ്, പിന്നെ ഹലാലായിട്ടുള്ള കാര്യം അവർ മ്ലേച്ഛമായി കണ്ടിട്ടില്ല. ഇന്ന് കാലത്ത് സ്ത്രീകളോട് പിന്നെ ഒന്ന് വേറെ അടിമ സമ്പ്രദായമല്ല, വേറെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ അവരെന്തോ ഒരു മോശപ്പെട്ട കാര്യമായിട്ട് കാണുന്ന ഒരവസ്ഥയാണുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അവര് അടിമ സ്ത്രീയാണ്, അനുവദിക്കപ്പെട്ടതാണ്, അപ്പോൾ അവളെ എനിക്ക് സമ്മാനമായി നൽകണമെന്ന് ഭാര്യയോട് പറയാറുണ്ട്. പക്ഷെ ഫാത്തിമ നൽകിയിട്ടില്ല. ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് എന്ന് പറഞ്ഞാൽ അബ്ദുൽ മലിക് ഖലീഫയാണ്. ഈ ഫാത്തിമ പറഞ്ഞ അവർ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭാര്യ, അവരുടെ പിതാവും ഭർത്താവും സഹോദരന്മാരും എല്ലാവരും ഖലീഫകളായിരുന്നു. അങ്ങനെ വേറെ ആൾ ഉണ്ടായിട്ടില്ല. അവർ കൊടുത്തില്ല. വലം തസിൽ അൽ ജാരിയതു ഫീ നഫ്സി ഉമർ, അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഉള്ളിൽ ഈ ജാരിയത്തിനോടുള്ള ഇഷ്ടമുണ്ട്, അതെപ്പോഴും അങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ ശരിക്കും ചരിത്രം അറിയാത്ത ആളുകൾക്ക് ഇതിന്റെ ഒരു ആഴം മനസ്സിലാവില്ല. കാരണം അങ്ങേയറ്റത്തെ സാഹിദാണ്. ഖലീഫയായിട്ട് എല്ലാവിധ സമ്പത്തും അധികാരവും ഉണ്ടായിട്ട് സൂത് കാണിച്ച ഒരേ ഒരാളുണ്ടായിട്ടുള്ളൂ. സമ്പത്തില്ലാത്ത ഒരാൾക്ക് സൂത് കാണിക്കൽ എളുപ്പമാണ്. പക്ഷെ എല്ലാവിധ സൗകര്യങ്ങളും ആർഭാടങ്ങളും ഉണ്ടായിട്ട് സുഹുദും ഇൽമും കാണിച്ച രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഇസ്ലാമിക ഭരണകൂടം മൊത്തം നീതിപൂർവ്വം ഭരിച്ച വളരെ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ ജാരിയത്തിനോട് ഇഷ്കുണ്ട്. പക്ഷെ എന്താണ്, ഹലാലായി കിട്ടിയാലേ പറ്റുള്ളൂ. فلما استخلف أمرت فاطمة بالجارية فأصلحت وكانت مثلا في حسنها وجمالها. അങ്ങനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫയായപ്പോ പിന്നെ ഫാത്തിമയോട് പറഞ്ഞു ആ അടിമ നൽകണം എന്ന് പറഞ്ഞ് ഫാത്തിമ അതിന് തയ്യാറായി. ഫാത്തിമയെ പോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ളവരായിരുന്നു അടിമ സ്ത്രീ. ثم دخلت على عمر. അങ്ങനെ അപ്പൊ എന്തായി, പിന്നെ പറഞ്ഞപ്പോൾ ആര്, ഈ ഫാത്തിമ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ അടുക്കിലേക്ക് പോയിട്ട് പറഞ്ഞു, ഖാലത്ത് യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഇന്നക കുൻത മുഅ്ജബൻ ബിജാരിയതി ഫുലാനത്തിൻ. ഭാര്യ പറയാണ് ഭർത്താവിനോട്, എന്റെ ഇന്നാലിന്റെ അടിമ സ്ത്രീയെ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് നൽകിയിട്ടില്ല. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഞാനത് നൽകുകയാണ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ, നിങ്ങൾക്ക് അവളെ ഞാൻ നൽകുകയാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ മുഖത്ത് വളരെയധികം സന്തോഷം അത് പ്രകടമായിരുന്നു. വഖാല അജ്ലി അലയ്യ ബിഹാ. അങ്ങനെ പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഫാത്തിമയോട് പറഞ്ഞു, അവളെ എനിക്ക് എന്നിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അതായത് ഹലാലായിട്ടുള്ള ഒരു ഭാര്യയെ പോലുള്ള ബന്ധമാണ് അടിമ സ്ത്രീയുമായിട്ട്. അപ്പൊ അവളെ എന്റെ അടുക്കിലേക്ക് അഥവാ പിന്നെ അവരുടെ മുറിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഭാര്യയോടാ പറയുന്നത്. ഫലമ്മാ ദഖലത് ബിഹാ അലൈഹി ഇസ്ദാദ ബിഹാ അജബൻ. അങ്ങനെ അവര് ഒരുമിച്ചിട്ടുള്ള സമയത്ത് വളരെയധികം പിന്നെ സന്തോഷമുണ്ടായി. വഖാല ലഹ. അപ്പൊ അദ്ദേഹം അവളോട് പറഞ്ഞു, അൽഖി സിയാബക്, എന്റെ വസ്ത്രങ്ങൾ ഒഴിവാക്കി. ഫഫഅലത്. അത് ചെയ്തു. ഒരു വിവാഹ ജീവിതമാണ്. ثم قال لها على رسلك اخبرني لمن كنت. എന്നിട്ട് അവർ സംസാരിക്കുമ്പോൾ ചോദിച്ചു, നീ നിന്റെ കഥ പറയും, നീ എങ്ങനെ, നീ ആരാ, എവിടുന്നാണ്, നിന്നെ പറ്റി പറയും. വമിൻ ഐന സിർതി ലിഫാത്തിമ. എങ്ങനെയാണ് നിനക്ക് ഫാത്തിമാക്ക് നിന്നെ കിട്ടിയത്? അടിമ സമ്പ്രദായത്തിലെ അടിമകളെ എങ്ങനെയാണ് ഫാത്തിമാക്ക് നിന്നെ കിട്ടിയത്, അഥവാ ഉമർ ബിൻ അബ്ദുൽ ഭാര്യയ്ക്ക് എങ്ങനെയാണ് കിട്ടിയത്? فقالت. അബു പറഞ്ഞു, أغرم الحجاج عاملا له بالكوفة مالا. ഹജ്ജാജ് ഭരിച്ചിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ മുൻപ് ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് ഹജ്ജാജ്. കുറച്ചു മുമ്പ് വളരെ അക്രമിയായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരിക്കൽ കൂഫയിൽ ഒരാളെ, ഒരു പണിക്കാരൻ നിന്ന് കുറച്ച് ഫൈനായിട്ട് ഒരു സമ്പത്ത് എടുത്തിരുന്നു. വകുൻതു ഫീ റഖീഖി ദാലികൽ ആമിൽ. ഞാൻ ആ ആമിലിന്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഈ അടിമപ്പെണ്ണ് അയാളുടെ കീഴിലായിരുന്നു. ഖാലത് ഫഅഖദനി വബഅസ ബി ഇലാ അബ്ദുൽ മലിക് ഫവഹബനി ലിഫാത്തിമ. ഹജ്ജാജ് എന്ത് ചെയ്തു? എന്നെയും ആ കൂട്ടത്തിൽ എടുത്തു, എന്നിട്ട് അബ്ദുൽ മലിക്കിന് നൽകി. അബ്ദുൽ മലിക് എന്ത് ചെയ്തു? എന്നെ ഫാത്തിമക്ക് ഒരു സമ്മാനമായിട്ട് നൽകിയതാണ്, അടിമപ്പെണ്ണിനെ നൽകിയതാണ്. വഖാല വമാ ഫഅല ദാലികൽ ആമിൽ. അപ്പോ പിന്നെ എന്തായി? ഉമർ അബ്ദുൽ അസീസിന് അത്ഭുതമായി. കാരണം ഒരു യജമാനിൽ നിന്ന് നല്ല രീതിയിൽ എടുത്തതല്ല, തട്ടിപ്പറിച്ച് എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ചോദിച്ചു, ആ ആമിലിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു. ഖാലത് ഹലക. അയാൾ മരിച്ചു പറഞ്ഞു. ഖാല വഹൽ തറക വലദൻ. ആ ആമിലിന് മകനുണ്ടോ ചോദിച്ചു. ഖാലത് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഖാല ഫമാ ഹാലു. എന്താ അവന്റെ അവസ്ഥ? ഖാല സയ്യിഅത്ത്. മോശമാണ്. കാരണം വാപ്പാക്ക് ഉണ്ടായിരുന്ന സ്വത്തും ഇതൊക്കെ ഹജ്ജാജ് എടുത്തുകൊണ്ടായതാണ്, അപ്പൊ മോശപ്പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഫഖാല. അപ്പൊ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു, ശുദ്ധി അലൈകി തിയാബക് വദ്ഹബി ഇലാ മകാനിക്. നീ നിന്റെ വസ്ത്രം ഇട്ടിട്ട് തിരിച്ചു പോയിക്കോ പറഞ്ഞു. കാരണം അവിടെ ഒരു ഹലാലായ നേരായ രൂപത്തിലല്ല അടിമയെ ഫാത്തിമക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താൻ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന, ആഗ്രഹിച്ചിരുന്ന ആ സ്ത്രീ തന്റെ കിടപ്പറയിൽ ലഭിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ വസ്ത്രം ഇട്ടിട്ട് നീ തിരിച്ചു വയ്ക്കോ പറഞ്ഞു. ثم كتب الى عامله على العراق. എന്നിട്ട് ഇറാഖിലുള്ള തന്റെ കീഴിലുള്ള ഇറാഖിന്റെ ഖലീഫയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഇറാഖിലുള്ള ജോലിക്കാരനിലേക്ക് കത്തയച്ചു. അനി ബഅസ് ഇലയ്യ ഫുലാൻ ഇബ്നു ഫുലാൻ അൽ ബരീദ്. ഇന്നാലിന്ന ആള്, ഈ പെണ്ണിന്റെ യജമാനന്റെ മകൻ, ആ മകനോട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് കത്തയച്ചു. ഫലമ്മാ ഖദമ ഖാല. അങ്ങനെ അയാൾ വന്നപ്പോ ഖാലഹു, അത് പറഞ്ഞു, ഇർഫഅ ഇലയ്യ ജമീഅ മാ അഗ്റമഹു അൽ ഹജ്ജാജ് ലി അബീക്. നിന്റെ ഉപ്പാന്റെ കയ്യിൽ നിന്ന് ഹജ്ജാജ് എടുത്തിട്ടുള്ള എല്ലാതും നീ തിരിച്ചെടുത്തോ പറഞ്ഞു. ഫലം യർഫഅ ഇലൈഹി ഷൈഅൻ ഇല്ലാ ദഫഅഹു ഇലൈഹി. എല്ലാം ഹജ്ജാജ് എടുത്തിരുന്ന എല്ലാം തിരിച്ചു കൊടുത്തു. ثم امر بالجاريه فدفعت اليه ثم قال له اياك واياها. എന്നിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസിന് ഇഷ്ടമുള്ള അടിമപ്പെണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊടുത്തു. ഇതാ ഇവളും നിന്റേതാണെന്ന് പറഞ്ഞു. ഫലഅല്ല അബാക ഖദ് അലമ്മ ബിഹാ. നിന്റെ ഉപ്പ ഇവളെ കൊണ്ടുപോയതിന്റെ പേരിൽ ചിലപ്പോ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും പറഞ്ഞു. ഫഖാലൽ ഗുലാം. ഈ വന്ന ആള് പറഞ്ഞു, മറ്റേ ആളുടെ ആമിലിന്റെ മകൻ പറഞ്ഞു, ഹിയലക യാ അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ, ഇവളെ നിങ്ങൾ എടുത്തോളി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായില്ല നിങ്ങൾ എടുത്തോളിക്ക് വേണ്ട. ഖാല ലാ ഹാജത ലി ബിഹാ. ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് അവളുടെ ഒരു ആവശ്യമില്ല. ഫബ്തഅഹാ മിന്നി. എന്റേന്ന് കൊണ്ടുപോയിക്കോ പറഞ്ഞു. ഖാലത്. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ലസ്തു ഇദ മിമ്മൻ നഹാ നഫ്സ അനിൽ ഹവ.
ഞാൻ എന്റെ ഇച്ഛയെ തൊട്ട് എന്റെ സ്വന്തത്തെ പിന്നെ തടഞ്ഞു വെക്കുന്ന ഒരാളല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് ആ പെണ്ണിനും ഇഷ്ടമാണ്. പക്ഷേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സമ്മതിച്ചില്ല. യുവാവിനെ പറഞ്ഞ് പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ പെണ്ണ് വന്നിട്ട് ഉമർ അബ്ദുൽ അസീസിനോട് ചോദിച്ചു, ഐന വജ്ദുക ബി യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ എന്നോടുണ്ടായിരുന്ന നിങ്ങളുടെ ഇഷ്ടം എന്തായി പോയോ? അതില്ലേ? എന്തെന്നെ പറഞ്ഞേക്കണത്? എന്നെ എടുത്തോളം പറഞ്ഞിട്ടു. അപ്പൊ പറഞ്ഞു, ഖാല അലാ ഹാലി, അത് ഇപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ. വലഖദ് സാദ, അത് കൂടിയിട്ടുള്ളൂ. വലം തസിൽ ജാരിയതു ഫീ നഫ്സി ഉമർ ഹത്താ മാത റഹിമഹുല്ലാഹ്. പക്ഷെ തിരിച്ചു പോകാൻ പറഞ്ഞു. മരണം വരെ ആ പെണ്ണിനോടുള്ള ഇഷ്ടം ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഉള്ളിലായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് അവിടെ പിന്നെ അവർ ചെയ്ത ഒരു കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. താൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കിട്ടിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ഹലാലാക്കി എടുക്കാൻ പറ്റും. പക്ഷെ അത് നേരായ ഒരു വഴിയല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് അത് ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഹലാലായ ഒരു കാര്യം കിട്ടിയിട്ടും അള്ളാഹ്ക്ക് വേണ്ടി തന്റെ ഇച്ഛയെ അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് ആ ഒഴിവാക്കുന്ന ആളുകൾ, അവർക്കാണ് സ്വർഗ്ഗം ഉള്ളതെന്ന് അറിഞ്ഞിട്ട് അത് ഒഴിവാക്കുകയാണ്. അപ്പോ നമ്മുടെ ഇഷ്ടങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടമായിരിക്കണം നമുക്ക് വളരേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു പണ്ഡിതന്റെ ഒരു ചരിത്രം കാണാം. വഹാദ അബൂബക്കർ മുഹമ്മദ് ഇബ്നു ദാവൂദ് അൽ-ലാഹിരി. ലാഹിരി പറഞ്ഞ മദ്ഹബ് ഉണ്ട്, ലാഹിറായിട്ട് ഖുർആൻ ഹദീസ് എടുക്കുന്ന. അതിന്റെ ഒരു സ്ഥാപകനാണ് ദാവൂദ് അൽ-ലാഹിരി. അൽ ആലിമുൽ മഷ്ഹൂർ ഫീ ഫുനൂനിൽ ഇൽമി മിനൽ ഫിഖ് വൽ ഹദീസ് വൽ തഫ്സീർ വൽ അദബ് വലഹു ഖൗലുൻ ഫിൽ ഫിഖ് വഹു മിൻ അകാബിർ ഉലമാ. അദ്ദേഹം ഫിഖ്ഹിലും ഹദീസിലും തഫ്സീറിലും ഒക്കെ അറിവുള്ള പ്രത്യേകമായിട്ട് ലാഹിരി മദ്ഹബ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. വഇഷ്ഖുഹു മഷ്ഹൂറുൻ, അദ്ദേഹത്തിന്റെ ഇഷ്കു അറിയപ്പെട്ട ഒരു കഥയാണ്. ഖാല നിഫ്തവീഹ്, അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ, ദഖൽതു, അദ്ദേഹം പറയാൻ, ദഖൽതു അലൈഹി ഫീ മർദിഹി അല്ലദീ മാത ഫീഹി. അദ്ദേഹം രോഗം ബാധിച്ച മരണസമയത്ത് രോഗം ബാധിച്ച നടക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി ചെന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, കൈഫ നജിദുക, എന്താ നിങ്ങളുടെ അവസ്ഥ ചോദിച്ചു. ഫഖാല ഹുബ്ബു മൻ തഅലമു ഔറസനി മാ തറാ. നിനക്കറിയാലോ എനിക്ക് ബാധിച്ചൊരു ഹുബ്, എനിക്ക് ഇഷ്ടമുള്ള ഒരു എന്നോട് ഇഷ്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ എന്നെ ഇത്ര വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാക്കിയിട്ടുള്ളത് പറഞ്ഞു. ഫഖുൽതു, അപ്പൊ ചോദിച്ചു ഇയാള്, വമാ യംനഉക മിനൽ ഇസ്തിംതാഇ ബിഹി മഅൽ ഖുദ്റതി അലൈഹി. അവളെ ഹലാലായ രീതിയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ നിങ്ങൾക്ക് എടുക്കായിരുന്നില്ലേ, അതിന് നിങ്ങൾക്ക് ശ്രമിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഫഖാല അൽ ഇസ്തിംതാഉ അലാ വജ്ഹൈൻ. ഈ ആസ്വദിക്കുക എന്ന് പറഞ്ഞ രണ്ട് രീതിയിൽ ഉണ്ടാവും. അഹദുഹുമാ അൻ-നദറുൽ മുബാഹ്, അനുവദിക്കപ്പെട്ട നോട്ടം, അഥവാ പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ നോക്കി പോകുന്ന ഒന്നാം നോട്ടായിരിക്കും. വലാഖിർ ലദ്ദത്തുൽ മഹ്ദൂറ, രണ്ടാമത്തേത് ഹറാമായിട്ട് അത് ആസ്വദിക്കുക എന്നുള്ളത്. ഒരു പെണ്ണിനെ ഹറാമായ രീതിയിൽ നോക്കിയിട്ടോ ആ രീതിയിൽ സംസാരിച്ചോ ഒരു ബന്ധം വെച്ചിട്ടോ ആസ്വദിക്കുക എന്നുള്ളത്. എന്നിട്ട് പറയാം, ഫഅമ്മൻ-നദറുൽ മുബാഹ് ഫഹുവല്ലദീ ഔറസനി മാ തറാ. ആ അനുവദിക്കപ്പെട്ട ഒരു നോട്ടം കൊണ്ട് ഞാൻ കണ്ടത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ അവസ്ഥയിലായത്. വഅമ്മൽ ലദ്ദത്തുൽ മഹ്ദൂർ ഫയംനഅനി മിൻഹു മാ ഹദ്ദസനി അബീ. എന്നാൽ ഹറാമായിക്കൊണ്ട് അത് ആസ്വദിക്കാൻ എനിക്ക് തടഞ്ഞ കാര്യം എന്റെ ഉപ്പ എനിക്ക് ഉദ്ധരിച്ചു തന്നൊരു ഹദീസാണ്. حدثنا سويد بن سعيد وحدثنا علي بن مسهر عن أبي يحيى القتات عن مجاهد عن ابن عباس يرفعه من عشق وكتم وعفى وصبر غفر الله له وادخله الجنة. ആർക്കെങ്കിലും ഒരു ഇഷ്ക് തോന്നുകയും അവനത് മറച്ചു വെക്കുകയും അവൻ ഇഫ്ഫത്ത് ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുകയും വസബറ ക്ഷമിക്കുകയും ചെയ്താൽ ഗഫറല്ലാഹു ലഹു, അവൻ അല്ലാഹു പുറത്തു കൊടുക്കുകയും വദ്ഖലഹുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഈ ഹദീസാണ് ഹറാമായ രീതിയിൽ ആ ഒരു ഇഷ്ക് തോന്നിയ പെണ്ണിനെ ആസ്വദിക്കാൻ എനിക്ക് തടസ്സമായത് എന്ന് പറയാൻ. അപ്പോ ദീന് വരുമ്പോൾ അള്ളാഹ് എന്നൊരു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തില്ല, നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടെ താല്പര്യങ്ങളോ നമ്മുടെ ഇച്ഛകളോ അതിന് സ്ഥാനമില്ല. അങ്ങനെ മുൻഗാമികൾ കാത്തു സൂക്ഷിച്ചിരുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇവിടെ പറഞ്ഞ വിഷയം, ഇവരൊക്കെ അപ്പൊ ഇഷ്ക് ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പൊ ഇഷ്ക് നല്ലൊരു കാര്യമാണല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരിക്കൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാൾ വന്ന് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ റഅയ്തു ഇംറഅതൻ ഫഅശിഖ്തുഹാ. ഞാൻ ഒരു പെണ്ണിനെ കണ്ടു, അവളോട് ഭയങ്കര ഇഷ്ടം തോന്നി പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു തിരിച്ചു പറഞ്ഞു, ദാലിക മാ ലാ തംലിക്, അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ അത് മനുഷ്യന്റെ പ്രകൃതത്തിൽ ഉണ്ടാകുന്ന തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോ അത് എന്തല്ല, പിന്നെ അത് ഹലാലായ രീതിയിൽ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ ഹറാമിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് വിഷയം. അപ്പൊ ഇവിടെ ഇഷ്കിനെ പറ്റി ചോദിച്ചു. ഇഷ്ക് അപ്പോ നല്ല ഗുണങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് ജവാബായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫൽ ജവാബു
വബില്ലാഹി തൗഫീഖ്. അതിനുള്ള മറുപടി അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പറയാണ്. ഇന്നൽ കലാമ ഫി ഹാദൽ ബാബി ലാ ബുദ്ദ ഫീഹി മിനൽ തംയീസ് ബൈനൽ ഹറാമി വൽ ജായിസ് വൻ നാഫിഇ വദ്ദാർ. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വേർതിരിച്ച് പറയണം, എന്താണ് അനുവദനീയമായത്, എന്താണ് ഹറാമായത്, എന്താണ് ഉപകാരപ്രദമായത്, എന്താണ് പിന്നെ ഉപദ്രവം ഉണ്ടാക്കുന്നത്. വലാ യുഹ്കമു അലൈഹി ബിദ്ദംബി വൽ ഇൻകാരി വലാ ബിൽ മദ്ഹി വൽ ഖബൂൽ മിൻ ഹൈത്തുൽ ജുംല. നിരുപാധികം ഒരു ഇഷ്കിനെ ആക്ഷേപിക്കാനും പറ്റൂല, നിരുപാധികം അതിനെ മദ്ഹ് ചെയ്യാനും പറ്റൂല. അത് ഈ ജായിസാണോ ഹറാമാണോ ഉപകാരാണോ ഉപകാരമില്ലാത്താണോ വേർതിരിച്ച് പഠിച്ചാലേ അത് മനസ്സിലാവുകയുള്ളൂ എന്നിട്ട് പറയാണ്. വഇന്നമാ യുബയ്യിനു ഹുക്മുഹു വയൻകശിഫു അംറുഹു ബിദിക്രി മുതഅല്ലിഖ. നാം ഒരു പ്രത്യേകമായിട്ട് അത് വ്യക്തമാക്കാം. വഇല്ലാ ഫൽ ഇശ്ഖു മിൻ ഹൈതു ഹുവ ലാ യുഹ്മദു വലാ യുദമ്മു. അതില്ല എങ്കിൽ പിന്നെ ഇഷ്ക് എന്താണ്, പ്രത്യേകിച്ച് പ്രശംസിക്കപ്പെടാനുണ്ടാവില്ല, ആക്ഷേപിക്കപ്പെടാനുണ്ടാവില്ല. വനഹ്നു നദ്കുറു നാഫിഅ മിനൽ ഹുബ്ബി വദ്ദാർ വൽ ജായിസ് വൽ ഹറാം. നമ്മളിപ്പോ പരാമർശിക്കാം ഈ ഇഷ്ക്, അത് ഉപകാരമുള്ളത് ഏതാണ്, ഉപദ്രവമുള്ളത് ഏതാണ്, അനുവദിക്കപ്പെട്ടത് ഏതാണ്, അനുവദമില്ലാത്ത ഹറാമായിട്ടുള്ളത് എന്താണ് എന്ന് നാം ഇപ്പൊ വിശദീകരിക്കുക എന്ന് പറഞ്ഞു. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, നീ അറിയണം, أن أنفع المحبة على الإطلاق وأوجبها وأعلاها وأجلها محبة من جبلت القلوب على محبته. ഏറ്റവും ഉപകാരപ്രദമായതും ഏറ്റവും ഉന്നതമായിട്ടുമായിട്ടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ഖൽബ് ഏതിനാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ ഹുബ്ബാണ്. വഫുത്തിറത്തിൽ ഖലീഖത്തു അലാ തഅല്ലുഹി, ആരെയാണോ ഇബാദത്ത് ചെയ്യപ്പെടാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അവനോടുള്ള ഹുബ്ബാണ്. വബിഹാ ഖാമത്തിൽ അർദ് വസ്സമാവാത്ത്, അതിനുവേണ്ടിയാണ് ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടത്. വഅലൈഹാ ഫുത്രത്തിൽ മഖ്ലൂഖാത്ത്, അതിനുവേണ്ടിയാണ് ബാക്കി എല്ലാ സൃഷ്ടികളും സൃഷ്ടിക്കപ്പെട്ടത്. വഹിയ സിർറു ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രഹസ്യമാണ്. ഫഇന്നൽ ഇലാഹ ഹുവല്ലദീ തഅലഹുൽ ഖുലൂബു ബിൽ മഹബ്ബതി വൽ ഇജ്ലാൽ വത്തഅലീം വദുല്ലി ലഹു വൽ ഖുദൂഇ വത്തഅബ്ബുദ്. കാരണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഹുബ്ബും മഹത്വവും താഴ്മയും കീഴ്വണക്കവുമാണ്. വൽ ഇബാദത്തു ലാ തസ്ലുഹു ഇല്ലാ ലഹു വഹ്ദ, ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രമല്ലാതെ ശരിയാവില്ല. വൽ ഇബാദത്തു ഹിയ കമാലുൽ ഹുബ്ബി മഅ കമാലിൽ ഖുദൂഇ വദ്ദുൽ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ പൂർണ്ണമായ ഇഷ്ടവും പൂർണ്ണമായ താഴ്മയുമാണ്. വശിർകു ഫി ഹാദിഹിൽ ഉബൂദിയ്യ മിൻ അദ്ലമി ദുൽമി അല്ലദീ ലാ യഗ്ഫിറുഹുല്ലാഹ്, ഇതിലുള്ള ശിർക്ക് അല്ലാഹു ഒരിക്കലും പൊറുക്കില്ല. വല്ലാഹു തആല യുഹിബ്ബു ലിദാതിഹി മിൻ ജമീഇൽ വുജൂഹ്, അല്ലാഹു ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ്. വമാ സിവാഹു ഫഇന്നമാ യുഹിബ്ബു തബഅൻ ലിമഹബ്ബതിഹി, ബാക്കിയുള്ളതെല്ലാം അല്ലാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ മേലെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. എന്നിട്ട് പറയാണ്, വഖദ് ദല്ല അലാ വുജൂബി മഹബ്ബതിഹി സുബ്ഹാനഹു ജമീഉ കുതുബിഹിൽ മുനസ്സല, ഇറക്കപ്പെട്ട എല്ലാ കിതാബിലും അല്ലാഹു തആല അറിയിച്ചിട്ടുള്ള കാര്യമാണ് അല്ലാഹുവിനോടുള്ള ഇഷ്ടം നിർബന്ധമാണ് എന്നത്. വദഅവതു ജമീഇ റുസുലിഹി, എല്ലാ റസൂലുകളുടെ ദഅവത്ത് കൊണ്ടും. വഫിത്രതുഹു അല്ലതി ഫതറ ഇബാദഹു അലൈഹാ, ഓരോ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള ഫിത്രത്ത് കൊണ്ടും. വമാ റക്കബ ഫീഹിം മിനൽ ഉഖൂൽ വമാ അസ്ബഗ അലൈഹിം മിനൻ നിഅം ഫഇന്നൽ ഖുലൂബ മഫ്തൂറത്തുൻ മജ്ബൂലത്തുൻ അലാ മഹബ്ബതി മൻ അൻഅമ അലൈഹാ വഅഹ്സന ഇലൈഹാ, തീർച്ചയായിട്ടും ഓരോ ഖൽബും അവനോട് നിഅമത്ത് ചെയ്യുന്ന, അവനോട് ഇഹ്സാൻ ചെയ്യുന്ന ആളാരാണോ അയാളെ ഇഷ്ടപ്പെടുന്നതാണ്. വകൈഫ ബിമൻ കുല്ലുൽ ഇഹ്സാനി മിൻഹു, എല്ലാവിധ നന്മ ചെയ്ത അല്ലാഹുവിനോട് അതില്ലാതെ എങ്ങനെ ഉണ്ടാവുക. വമാ ബിഖൽഖിഹി ജമീഇഹിം മിൻ നിഅമത്തിൻ ഫമിൻഹു വഹ്ദഹു ലാ ശരീക ലഹു, എല്ലാവിധ സൃഷ്ടികൾക്കുള്ള നിഅമത്ത് അല്ലാഹുവിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നാണുള്ളത്. അല്ലാഹു പറഞ്ഞതുപോലെ വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നല്ലാതെ നിഅമത്ത് നിങ്ങൾക്ക് ഇല്ല. തുമ്മ ഇദാ മസ്സകുമുൽ ദുർറു ഫഇലൈഹി തജ്അറൂൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ബാധിച്ചാൽ അവനിലേക്കാണ് നിങ്ങൾ തിരിയുന്നത്, അവനോടാണ് നിങ്ങൾ വിളിച്ചു ചോദിക്കുന്നത്. അപ്പൊ എല്ലാ നിഅമത്തും നൽകിയിട്ടുള്ള അള്ളാഹുവിനെ എങ്ങനെയാണ് ഇഷ്ടപ്പെടാതിരിക്കുക. വമാ തഅറഫ ബിഹി ഇലാ ഇബാദിഹി മിൻ അസ്മാഇൽ ഹുസ്നാ വസിഫാതിൽ ഉലാ വമാ ദല്ലത് അലൈഹി ആഥാറു മസ്നൂഅതിഹി മിൻ കമാലിഹി വബഹായി വജലാഹി വഅളമതിഹി, അള്ളാഹുവിനാണ് ഏറ്റവും ഉന്നതമായ നാമങ്ങളും വിശേഷണങ്ങളും ഉള്ളത്. അപ്പോ പിന്നെ ആ ഏതാണ് ഉപകാരപ്രദമായ ഇഷ്ക് എന്ന് പറഞ്ഞിട്ട് ആ ഹുബ്ബ് എന്ന് പറഞ്ഞ് വിശദീകരിക്കാം. അപ്പൊ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അതിന്റെ അടിസ്ഥാനമാണ്, അതില്ലാതെ പറ്റില്ല. എന്നിട്ട് പറയാണ് അൽ മഹബ്ബത്തു ലഹാ ദാഇയാൻ, ഒരു ആളോട് അല്ലെങ്കിൽ എന്തോട് ഒരു കാര്യത്തിനോട് നമുക്ക് ഇഷ്ടമുണ്ടാവണമെങ്കിൽ രണ്ട് കാരണങ്ങളാണുള്ളത്, രണ്ട് പ്രേരണകളാണുള്ളത്. ഒന്ന് അൽ ജമാലു വൽ ജലാലു, ഒന്ന് അതിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ അതിന്റെ മഹത്വം. ഒന്നല്ല അതിന്റെ സൗന്ദര്യം, അതല്ലെങ്കിൽ അതിന് പ്രത്യേകമായിട്ടൊരു മഹത്വം. വറബ്ബു തആല ലഹുൽ കമാലുൽ മുത്ലഖ് മിൻ ദാലിക്, ഈ രണ്ടെണ്ണത്തിലും പൂർണ്ണത ഉള്ളത് ആർക്കാണ്? അള്ളാഹുവിനാണ്. ഫഇന്നഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, അള്ളാഹുവിനേക്കാൾ ഭംഗിയുള്ള ഒന്നുമില്ല, അള്ളാഹുവിന്റെ മഹത്വത്തിനേക്കാൾ മഹത്വമുള്ള മറ്റൊന്നുമില്ല.
അതുകൊണ്ടാണ് അള്ളാഹുവിനോടുള്ള ഹുബ്ബുള്ളവരാണ് അള്ളാഹുവിന്റെ വലിയകൾ. അവരെയാണ് അള്ളാഹു തിരിച്ചിഷ്ടപ്പെടുക. അള്ളാഹു പറഞ്ഞത് നോക്കൂ, ഇത് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ, മയ്യർതദ്ദു മിൻകും അൻ ദീനി, നിങ്ങൾ ആരെങ്കിലും അവന്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോവുകയാണെങ്കിൽ, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അള്ളാഹു വേറൊരു ഖൗമിനെ കൊണ്ടുവരും. ആ ഖൗമിന്റെ വിശേഷണം പറയുന്നിടത്ത് ഒന്നാമത് പറഞ്ഞ എന്താ അറിയോ? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അവരെ അള്ളാഹു ഇഷ്ടപ്പെടും, അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീൻ, മുഅ്മിനീങ്ങളോട് താഴ്മ കാണിക്കുന്ന, കാഫിറുകൾക്ക് മുമ്പിൽ പ്രതാപം കാണിക്കുന്ന ആളുകൾ. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർ. വലാ യഖാഫൂന ലൗമത ലായിം, അതിന്റെ പേരിൽ ഒരു ആക്ഷേപവും അവർക്ക് വില പോകില്ല, അവർ പേടിക്കില്ല. ذلك فضل الله يؤتيه من يشاء والله واسع عليم, അത് അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് നൽകുന്ന ഫضലാണ്. ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ, നിങ്ങളുടെ വലിയ എന്നുള്ള രക്ഷാധികാരി അല്ലാഹുവും റസൂലും മുഅ്മിനീങ്ങളുമാണ്. യുഖീമൂന الصلاة ويؤتون الزكاة وهم راكعون, നിസ്കാരം നിർവഹിക്കുന്ന, സക്കാത്ത് നൽകുന്നവർ. എന്നിട്ട് പറയാം, വമൻ യതവല്ല അല്ലാഹ വറസൂലഹു, ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അവരുടെ രക്ഷാധികാരിയായിട്ട് സ്വീകരിക്കുന്നതോ അള്ളാഹുവിനെ സ്വീകരിക്കുന്നത്, വല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെയും, ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അവരാണ് വിജയിച്ച കക്ഷി. അഥവാ അള്ളാഹുവിന്റെ രക്ഷാധികാരിയായിട്ടും റസൂലിനെ അനുസരിക്കുന്നവരായിട്ടും മുഅ്മിനീങ്ങളുടെ പാതയിലും നിൽക്കുന്നവർ അവരാണ് വിജയിച്ച കക്ഷി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്? അള്ളാഹുവിന്റെ ഔലിയാക്കളാകുന്ന, അള്ളാഹുവിന്റെ രക്ഷാധികാരം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ആരാണ് എന്ന് എടുത്തു പറയാൻ ഒരാൾക്ക് വലായത്ത് ലഭിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ വലായത്ത് ലഭിക്കണമെങ്കിൽ, വലിയ ആവണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം ഹുബ്ബാണ്. ഫലാ മുവാലാത ഇല്ലാ ബിഹുബ്ബ്, ഹുബ്ബില്ലാതെ ഒരു മുവാലാത്ത് ഇല്ല. കമാ അന്നൽ അദാവത്ത് അസ്ലുഹാ അൽ ബഗ്ദ്, ശത്രുത ഉണ്ടാവണമെങ്കിൽ വെറുപ്പുണ്ടാവണം, ദേഷ്യം ഉണ്ടാവണം. അതുപോലെ വല്ലാഹു വലിയുല്ലദീന ആമനു വഹും ഔലിയാഉഹു, മുഅ്മിനീങ്ങളുടെ രക്ഷാധികാരി അല്ലാഹുവാണ്. ആ മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. ഫഹും യുവാലൂനഹു ബിമഹബ്ബതിഹിം ലഹു, അല്ലാഹു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ രക്ഷാധികാരിയായി മാറുന്നത്? അവർക്ക് അല്ലാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഹുവ യുവാലിഹിം ബിമഹബ്ബതിഹി ലഹും, അള്ളാഹുവിന് അവരോടുള്ള ഇഷ്ടങ്ങൾ കൊണ്ടാണ് അള്ളാഹു അവരെ സംരക്ഷിക്കുന്നത്. ഫല്ലാഹു തആല യുവാലി അബ്ദഹു ബിഹസ്ബി മഹബ്ബതിഹി ലഹു, അള്ളാഹു ഒരു അടിമയെ രക്ഷിക്കുന്നത്, സംരക്ഷിക്കുന്നത്, രക്ഷാധികാരിയാകുന്നത് അവൻ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ കണക്കനുസരിച്ചിട്ടാണ്. വലിഹാദ അൻകറ സുബ്ഹാനഹു അലാ മൻ ഇത്തഖദ മിൻ ദൂനിഹി ഔലിയ, അതുകൊണ്ടാണ് അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിക്കുന്നവരെ അള്ളാഹു ശക്തമായ താക്കീത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എടുക്കുന്നവർ ഷിർക്കിന്റെ ആളുകളാണെന്ന് പറയാൻ കാരണം ഇവിടെ നോക്കൂ, ഷിർക്കിന്റെ അടിസ്ഥാനം പറയുന്നിടത്ത് വമിനൻ നാസി മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിന് പുറമെ പകരക്കാരെ സ്വീകരിക്കുന്ന ആളുകളുടെ വിശേഷണം ഒന്നാമത് പറഞ്ഞാൽ എന്താ? അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അള്ളാഹുവിനോട് സമന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതിൽ ഏറ്റവും അതിന്റെ കാമ്പ് എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൽ അതുപോലെ മറ്റുള്ളവരാക്കുന്ന. അതുകൊണ്ട് നരകാവകാശികൾ പറയുന്നത് തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, അള്ളാഹുവാണ് ഞങ്ങൾ വഴികേടിലായിരുന്നു. ഇൻ നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീനോട് ഞങ്ങൾ സമന്മാരെ ഉണ്ടാക്കാറുണ്ട്, അഥവാ അതുപോലെ ഞങ്ങൾ മറ്റുള്ള ഞങ്ങളുടെ ഇലാഹുകളെയും സ്നേഹിച്ചിരുന്നു എന്നൊരു മുഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. വബിഹാദ, അതുകൊണ്ടാണ് അത്തൗഹീദു ഫിൽ ഹുബ്ബി അർസലല്ലാഹു ജമീഅ റുസുലി, അല്ലാഹു തആല എല്ലാ റസൂലുകളെ അയച്ചത് ഈ തൗഹീദുൽ ഹുബ്ബ് ഇത് പഠിപ്പിക്കാനാണ്. വൻസലഹു ജമീഅ കുതുബി, അല്ലാഹു എല്ലാ കിതാബുകളും ഇറക്കിയത്. വഅത്ബഖത് അലൈഹി ദഅവതു ജമീഅ റുസുൽ മിൻ അവ്വലിഹിം ഇലാ ആഖിരിഹിം, ആദ്യത്തിലും അവസാനത്തിലുമുള്ള എല്ലാ റസൂലുകളുടെയും ദഅവത്തിൽ ഒന്നായി വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വലി അജ്ലിഹി ഖുലിഖത്തിസ് സമാവാതു വൽ അർദു വൽ ജന്നതു വൻ നാർ, അതിനുവേണ്ടിയാണ് ആകാശഭൂമികളും നരകവും സ്വർഗവും സൃഷ്ടിക്കപ്പെട്ടത്. വജഅലൽ ജന്നത ലിഅഹ്ലിഹി, അതിന്റെ ആളുകളെ, അള്ളാഹുവിനോടുള്ള ഹുബ്ബുള്ള ആളുകളെ എന്താക്കി മാറ്റി? സ്വർഗാവകാശികളാക്കി. വന്നാറ ലിൽ മുശ്രിക്കീന ബിഹി, അതിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളെ നരകാവകാശികളാക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, വഖദ് അഖ്സമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ചു പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹുവ അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റാരേക്കാളും ഇഷ്ടമുള്ളതാകാതെ ഒരാൾ ഈമാൻ പൂർത്തീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. ചോദിക്കാണ്, ഫകൈഫ ബിമഹബ്ബത്തി റബ്ബി ജല്ല ജലാലുഹു, അപ്പൊ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് എന്തായിരിക്കും? റസൂലിനോടുള്ള ഹുബ്ബ് പൂർണ്ണമായാൽ, മറ്റെന്തിനേക്കാളും സൃഷ്ടികളിൽ കൂടുതലായാൽ മാത്രമാണ് ഒരാൾ ഈമാൻ പൂർത്തീകരിക്കുകയുള്ളൂ.
അപ്പൊ അള്ളാഹുവിനോടുള്ള ഹുബിന്റെ സ്ഥാനം എത്ര വലുതായിരിക്കും എന്ന് അദ്ദേഹം വീണ്ടും ഇബ്നു ഖയ്യിം റഹിമഹുള്ള ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മറ്റെന്തിനേക്കാളും അള്ളാഹുവിനോട് നമ്മൾ കാണിക്കുന്ന ഹുബ്. ഇനി എന്തുകൊണ്ടാണ് അള്ളാഹു സ്നേഹിക്കപ്പെടുന്നത്, എന്ത് കാരണം കൊണ്ടാണ് നാം അള്ളാഹുവിനെ സ്നേഹിക്കപ്പെടുന്നത് എന്നുള്ളത് ഏറ്റവും നല്ല വാക്കുകളിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള വിശദീകരിച്ച് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസത്തിൽ വായിക്കാം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്താണ്, നമ്മൾ അള്ളാഹിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം, അത് വളരെ അറബിയിൽ വളരെ മനോഹരമായിട്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള അത് എഴുതിയിട്ടുള്ളത്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.